2021 നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 2.09 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോഴത് 2.08% കുറഞ്ഞു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വോട്ടിൻ്റെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. അസാധാരണമായ വോട്ട് വർധനവുണ്ടായി എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് UDFകാരും BJPക്കാരും അവരുടെ രണ്ട് മുന്നണിയും വലിയ രീതിയിലുള്ള പണക്കൊഴുപ്പ്, പണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണ് എന്ന് കാണാൻ കഴിയും. അതിൽ പണമുണ്ട്, കിറ്റുണ്ട്, സാരിയുണ്ട്, മറ്റു പല സാധനങ്ങളുമായി ഈ രണ്ട് വിഭാഗവും ശക്തിയായിട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ചില വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള വോട്ട് പണം കൊടുത്ത് പിടിക്കുന്നത് നേരിട്ട് കാണുന്നൊരവസ്ഥ അതുവരെ കേരളത്തിൽ കാണുകയുണ്ടായി. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് LDFന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതിതീവ്രമായ ചൂടിന് അവർ വ്യാപകമായി ജനങ്ങളെ കാണാനും തുടർച്ചയായി സ്ക്വാഡ് പ്രവർത്തനം നടത്താനും ഒക്കെ അഹോരാത്രം ജോലി ചെയ്യുന്ന നില ഉണ്ടായി. ജോലിയെല്ലാം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്ന വെയിലത്ത് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരെല്ലാം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനത്തിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് നടപ്പിലാക്കിയ നേട്ടങ്ങളും വർഗീയ സംഘർഷങ്ങളില്ലാത്ത സൗഹാർദ്ദപരമായ അന്തരീക്ഷം, മതനിരപേക്ഷത സൃഷ്ടിച്ച കേരളത്തിൻ്റെ പശ്ചാത്തലവും വളരെ വലിയ മതിപ്പോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തുടരണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ അംഗീകാരം നൽകുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും 2016 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 90-ൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇപ്രാവശ്യവും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ
90 സീറ്റുകളിൽ കൂടുതൽ നേടി. കഴിഞ്ഞ 2 പ്രാവശ്യം പോലെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ 3ാം ടേമിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ കാര്യം കഴിഞ്ഞ ഈ മാസം 9-ന് ജനങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ദാരിദ്ര്യരഹിത കേരളം സൃഷ്ടിക്കുന്നതിനുള്ള അംഗീകാരം അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനിനി ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല, അതെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തതാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വലിയ അവകാശവാദമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UDF നേതാക്കളും ഒപ്പം ചില മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വെക്കുന്നത്. 90 ഞാൻ പറഞ്ഞിട്ടില്ല, അതാണ് പറഞ്ഞത്. അത് രണ്ടും രണ്ടല്ലേ. ഇപ്രാവശ്യവും കിട്ടിയതുപോലെ ഇപ്രാവശ്യവും അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞത്.